പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ശ്രാവൺ ഭരത്. ഞാൻ കോഴിക്കോട് വടകരയിൽ നിന്നാണ് വരുന്നത്. നീരാളിക്കകത്ത് കഥ എഴുതി സംവിധാനം ചെയ്തത് ഞാൻ തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ നീരാളി എന്ന ഷോർട്ട് ഫിലിം? ഇത് ഒരു ഇപ്പം നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സോഷ്യൽ ഇഷ്യൂവിനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പുറത്ത് എവിടെയെങ്കിലും നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ന്യൂസ് മാത്രമാണ്. നമ്മൾ ചുമ്മാ ഹാഷ്ടാഗ് ഇട്ട് ജസ്റ്റിസ് ഫോർ എന്ന് പറഞ്ഞ് ആ വിക്ടിമിന്റെ പേര് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അത്രയും തീരുന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അവെയർ ആവുന്നത്. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിനെ കുറിച്ച് പിന്നെ പറയുന്ന ഒരു സിനിമയാണ് നീരാളി. ട്രാഫിക്കിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. സിനിമയിൽ പറയുന്നത് കുട്ടികളെ ട്രാഫിക് ചെയ്ത് അവരെ ഇറച്ചി ഭക്ഷണമാക്കി ഹോട്ടലുകൾ വിൽക്കുകയാണ്. പെൺകുട്ടികളെ ട്രാഫിക് ചെയ്ത് അവരെ പിന്നെ സെക്സ് ട്രാഫിക് ചെയ്യുകയാണ്. അതുപോലെ ചെറുപ്പക്കാരെയും ആണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ ഇന്റേണൽ ഓർഗൻസ് വിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് മൊത്തത്തിൽ പ്രതിപാദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്ത സമയത്ത് എനിക്ക് തോന്നി എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണുന്നയാള് ഒരു മിനിറ്റ് ചെലവഴിക്കുമ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം. അപ്പോൾ അതില് കൂടുതലും വളരെ സോഷ്യൽ അവയർനെസ് ഉള്ള അല്ലെങ്കിൽ കാണുന്നയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം തോന്നിയപ്പോഴാണ് ഞാൻ എൻ്റെ ചേച്ചി സൗമ്യ അനിൽകുമാർ ചേച്ചിയോട് പണ്ട് പറയണ്ടായിരുന്നു, മനുഷ്യൻ്റെ ഇറച്ചിയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഇറച്ചി. അതുപോലെ എൻ്റെ 8ാം ക്ലാസ്സിൽ സാറ് വന്നിട്ടുണ്ട്, ഏർലി 14th സെഞ്ചുറി ഒരു റയറസ്റ്റ് ഡിസീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ മെഡിസിൻ ഹ്യൂമൻ ഫ്ലഷ് ആയിരുന്നു. അപ്പൊ ഇത് കോർത്തിണക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ഇത് ആൾക്കാർക്ക് അറിയില്ല എന്താണ് ഈ ട്രാഫിക്കിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് നല്ല തുറന്ന് കാണിക്കുന്ന ഒരു ഡാർക്ക് ടോണിലുള്ള ഒരു സാധനം ചെയ്യണം തോന്നിയപ്പോഴാണ് ഇതിലേക്ക് വന്നത്. ഓക്കെ. ഇനി നമുക്ക് ബാക്കി ക്രൂ മെമ്പേഴ്സിനെ കൂടെ പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് സരിൻ. ഞാൻ കോഴിക്കോട് വടകരയാണ് സ്ഥലം. ഞാനിപ്പം ബാംഗ്ലൂർ BPO കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ പടത്തിലൊരു സോങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ചെറിയൊരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ശ്രാവണിനെ 15 വർഷത്തോളമായിട്ട് അറിയാം. അവൻ്റെ ആ സമയത്ത് ഞങ്ങളിങ്ങനെ സിനിമ സ്വപ്നം കാണുമായിരുന്നു. ഞങ്ങൾക്കറിയാം അതിലെത്തിപ്പെടില്ല എന്ന് ഇപ്പോഴും. അപ്പോൾ ഞങ്ങളതിൻ്റെ പ്രേരണത്തിനാണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫിലിം കാണാനും പിന്നെ ഒരു ഫിലിം ഉണ്ടാക്കാനും പിന്നെ അതിൻ്റെ ബിഹൈൻഡ് സീൻ അതെങ്ങനെയാണ് അതൊരു ഭയങ്കര ഒരു ആകാംക്ഷയായിട്ടാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ 2011 ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം കുറേ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു സംഭവം ചെയ്യുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വാശിയായി എന്തായാലും ഒരു നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന്. അതിനുശേഷം ഞാനും ശ്രാവണും കൂടി ഒരു പളനി യാത്ര ചെയ്തു. അപ്പോൾ ആ സമയത്താണ് 500 എന്ന് പറയുന്നൊരു മൂവി ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ത്രെഡ് ഉണ്ടായി. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ആക്കി ഞങ്ങൾ. അപ്പോൾ അത് യൂട്യൂബ് റിലീസ് ചെയ്ത് ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ സിനിമയിൽ മ്യൂസിക്കിന് എത്രത്തോളം റെലവൻസ് ഉണ്ട്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്? ആക്ച്വലി ശ്രാവൺ നീരാളിയുടെ കഥ പറയുമ്പോൾ തന്നെ അതിലൊരു മ്യൂസിക്കിൻ്റെ സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ചിന്തിച്ച് എവിടെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് എനിക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിലൊരു മെയിൻ ക്യാരക്ടറിനൊരു അസുഖം വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ അവിടെ ഒരു മ്യൂസിക് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തു. അപ്പോൾ അത് ഫസ്റ്റ് ടൈം തന്നെ ശ്രാവണിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൽ ഒരു ലിറിക്സ് കൊടുത്തു, നല്ല സിറ്റുവേഷനനുസരിച്ചുള്ള നല്ലൊരു ലിറിക്സ് കൊടുക്കാൻ നോക്കി. അപ്പോൾ എല്ലാം കൂടിയും ഓക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഒരു സോങ് അതിൽ ചെയ്തു, അതിൽ ഇൻക്ലൂഡ് ചെയ്തല്ലേ? ഓക്കെ. മ്യൂസിക് പഠിക്കുന്നുണ്ടോ അത് പ്രൊഫഷണലി എന്തെങ്കിലും? ഞാൻ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് 4 വർഷത്തോളം ഞാൻ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് ആക്ച്വലി ഞാനൊരു ഗിറ്റാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഗിറ്റാർ മേടിച്ചു. അപ്പോൾ അതിന്റെ ബേസിലാണ് ഞാൻ ബാക്കി ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് നിതിൻ രാജ്. ഞാൻ വടകര കോഴിക്കോട് നിന്ന് വരുന്നു. ശ്രാവണിൻ്റെ ഫ്രണ്ടാണ്. ശ്രാവണിൻ്റെ ഫിലിമിൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തു. ഓക്കെ. പുള്ളിക്ക് വേണ്ട മെന്റൽ സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇതിനു മുമ്പ് ഷൂട്ടിൽ ഇതുപോലെ അസിസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശ്രാവണിൻ്റെ 2 ഫിലിമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ശരി. അടുത്ത ആളെ പരിചയപ്പെടാം. എൻ്റെ പേര് നിതിൻ, കോഴിക്കോട് വടകരയിൽ നിന്ന് വരുന്നു. എന്താണ് ഇതിൽ ചെയ്തിരിക്കുന്നത്? ശ്രാവണിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സരിൻ പറഞ്ഞ പോലെ 2011 പടം ചെയ്തില്ലായിരുന്നു, അതിൽ ഞങ്ങളൊക്കെ അഭിനയിച്ചിരുന്നു. ബട്ട് റിലീസായില്ല. നിങ്ങൾ അഭിനയിക്കുകയും കൂടി ചെയ്തല്ലേ? അഭിനയത്തിലും ഇഷ്ടമുണ്ട്, പാഷനുണ്ട് അല്ലേ? വീണ്ടും ഇതിലേക്ക് തന്നെ വരുമ്പോ എത്ര ദിവസം എടുത്തു ഷൂട്ട് ചെയ്യാനായിട്ട്? ഷൂട്ട് ചെയ്യാൻ ഒരു 5 ദിവസം എടുത്തു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിനോയ് കരമനാണ് പ്രൊഡ്യൂസർ. അങ്ങനെ പുള്ളി ഇത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ലൈറ്റ് ഹൗസ് മീഡിയ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ 4 ദിവസം എടുത്തു. സിനിമാറ്റോഗ്രാഫർ സുജീഷ് ദാസ് ആയിരുന്നു.
എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നല്ല ഷോട്ടുകൾ എനിക്ക് മുന്നിൽ തന്നു കിട്ടിയെന്നുള്ളതാണല്ലോ. അഭിനയിച്ചേക്കുന്ന എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ആർക്കും സിനിമയായിട്ട് ഒരു ബന്ധമുള്ള ആൾക്കാരല്ല. നടൻ ക്രിസ്ത്യൻ മാത്യു എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട് 5 മാസം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ താടി വളർത്തി മുടി വെട്ടി അങ്ങനെയൊക്കെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. എന്തായാലും കഷ്ടപ്പാടിന്റെ ഫലം എന്താണെന്നുള്ളത് നമുക്ക് പ്രീമിയറിംഗിലേക്ക് പോയ ശേഷം തിരിച്ചു വന്നത്. ദൈവമേ, എന്താ കുട്ട ഇത് നോക്കടാ. ഇത് വട്ടച്ചൊറിയാ മോനെ. കാര്യമായിട്ട് ഇവിടെയുണ്ട്. ഞാൻ നോക്കട്ടെ. ഒന്ന് പോണ പോർക്കെ. ഇത് സാധാരണ അലർജിയാ. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട. നീ ഇത് ഇച്ചിക്കാട്ട് വെച്ച് തേച്ചാ മതി. എനിക്ക് വട്ടച്ചൊറിയാ ഇങ്ങനെ ആയിരുന്നല്ലോ. ഇനി വല്ല ചപ്പാഞ്ചൊരിയായിരിക്കുമോ? നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. क्यों रो रही हो? मैं हूं ना यहाँ पर. मैं कहीं नहीं जा रही हूँ, ठीक है? मैं इधर ही हूँ. Malabar Gold and Diamonds. Shortcut brought to you by Royal Weddings. Indian Bride. Malabar Gold and Diamonds. Shaking. It's my choice. Powered by Super Featherlight Wedding Silk Collections for the young India from Kalyan Silks. 29ാമത്തെ പോയി. വേറെ ചെല്ല കല്യാൺ ജ്വല്ലേഴ്സിലേക്ക്. കല്യാൺ ജ്വല്ലേഴ്സിൽ വിശ്വാസം സമ്മാനിക്കപ്പെടുന്നു. 30 ഓഡി കാറുകളും ഓരോ പർച്ചേസിനോടൊപ്പം സ്വർണ്ണ നാണയങ്ങളും സമ്മാനം. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സോ? അതെ, ക്ലാസ്മേറ്റ്സ്. ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. Classmates by Kalyan Silks. മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞ തീവണ്ടിയിൽ കയറാത്ത ആരും തന്നെ ഇല്ല. മോഹൻലാൽ അതിൽ കയറി ഒരു സിനിമ എടുത്തല്ലോ അല്ലെ? നമ്പർ 20 മദ്രാസ്. 21 മദ്രാസ്. നമ്പർ 21 ആണ്. 20 അല്ലേ? സോറി. Prasadam, the one and only healthy vegetarian food show with me, Chef Anil Kumar. Every Friday, 8:30 p.m. UAE time, 10 p.m. India time. Don't miss it. Al Rawabi Prasadam, brought to you by Al Rawabi Milk. Makes your bones stronger, muscles stronger, and reduces fatigue. Powered by Feltron, new age electronics and home appliances. New age. വെൽക്കം ബാക്ക് ടു ഷോർട്ട് കട്ട്സ്. ബാക്ക് ടു ദ പ്രീമിയറിംഗ്. ദൈവമേ, കള്ളം കേറിയാ? വാതില് തുറന്നെടുക്കാണല്ലോ. നീ ലൈറ്റിട്ടെ. മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാനായിട്ട് കോപ്പ് തിന്നവരുണ്ട് ചോദിച്ചു.
എന്ത് പറ്റിയത് ക്രിസ്റ്റി? വയ്യടാ. എന്ത് പറ്റിയടാ? ഒട്ടും വയ്യടാ. മേലെ മൊത്തം ചൊറിഞ്ഞു പൊട്ടി. എവിടെ നോക്കട്ടെ. ഇത് എന്താടാ? ഇത് എന്താ ഇത്? എല്ലായിടത്തും ഉണ്ട്. എന്താ ക്രിസ്റ്റി? എന്താ പറ്റിയേ? ഇത് ആരടുത്തൊന്നും പറയത്തില്ല ഇവൻ. എന്റെ ദൈവമേ, എന്താടാ ഇത്? പ്രശാവേ, അവൻ പറഞ്ഞിട്ട് നമ്മളിതിനെ വെച്ചോണ്ടിരുന്ന കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. നമുക്കിത് അവൻ്റെ വീട്ടിലറിയിക്കാം. പിന്നെ റേ വിളിച്ചിരുന്നു. എന്നിട്ട് എല്ലാം പറഞ്ഞു. അവളോട് ഇനിയും ഇതൊക്കെ മറിച്ചൊന്നും ശരിയില്ലെന്ന് തോന്നുന്നു. क्यों रो रहे हो? मैं हूं ना यहाँ पर. मैं कहीं नहीं जा रही हूँ, ठीक है? मैं इधर ही हूँ. रिया, डॉक्टर is here. जाने दो, प्लीज जाने दो, मुझे जाने दो ना, प्लीज जाने दो, प्लीज जाने दो मुझे, प्लीज जाने दो, प्लीज जाने दो. ഇതൊരു സാധാരണ സ്കേബീസോ അലർജിയോ അല്ല. ഇയർലി 14th സെഞ്ചുറിയിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ജീവിത രീതി കൊണ്ട് പൂർണ്ണമായും ഇല്ലാതായ ഒരു റേർഡ് ഡിസീസാണ്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ ഡീഗ്രേഡ് ചെയ്ത് ഇല്ലാതാക്കുന്ന ഒരുതരം ഡെഡ്ലി ഡിസീസാണത്. ഈ ഡിസീസിൻ്റെ മെഡിസിൻ ഇല്ല, മെഡിസിൻ ഇല്ല. ഈ ജന്മം കരയും മറയാക്കി ദൈവം കൈവെടിയും നനവോടെ ശാപങ്ങൾ നിറയും വിധിയായേ. കളിയാട്ട കനലുകളാ നെഞ്ചിൽ പൊള്ളുന്നേ നീറുന്നേ ഞാനും വേദനയോ പിടയുന്നത് പോലെ. കുയിലുകൾ കൂവുമ്പോൾ നെഞ്ചിൻ താളങ്ങൾ തേടാനായി കേഴുന്നു ഞാനും ഈ ജന്മം താരാട്ടാം നിന്നെ. ആരുണ്ട് ആരുണ്ട് ഭൂമിയിൽ എന്നുള്ളം താലോലം കാണാൻ ആശ്വാസം പകരാമോ നീയേ. കതിരുകളോ മകളാലേ നിറകൊള്ളും വഴി നീളേ ആയിരം ആശകളുണ്ടെനിക്ക്. ഈ ജന്മം കരയും മറയാക്കി ദൈവം കൈവെടിയും നനവോടെ ശാപങ്ങൾ നിറയും വിധിയായേ.
കളിയാട്ട് കനലുകളാ നെഞ്ചിൽ പൊള്ളുന്നേ നീറുന്നേ ഞാൻ വേദനയോ പിടയുന്നത് പോലെ. പ്രക്ഷോഭേ പ്രക്ഷോഭേ ക്രിസ്റ്റിയെ കാണുന്നില്ലെന്നോ? ഞാൻ ഇവിടെ എല്ലാം നോക്കി, ഇവിടെ എവിടെ ഇല്ലല്ലോ. ക്രിസ്റ്റി എവിടെ പോയി? ക്രിസ്റ്റി, നീ അവനെ അമറൊന്ന് വിളിച്ചു നോക്കിയേ. ഹലോ ഹലോ, ആരായത്? ഞാനാടാ, ക്രിസ്റ്റിയ. ഹലോ ക്രിസ്റ്റി, നീ ഇത്ര കാലത്ത് നരകത്ത് പോയി കിടക്കരുതടാ. ചത്തോ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയാതെ. ഒന്നുമില്ല, നിനക്ക് നിന്റെ വയ്യാത്ത അമ്മ അച്ഛനൊന്നും ഓർക്കായിരുന്നില്ലേ? നിന്നെ മാത്രം ഓർത്ത് തീ തിന്ന പെണ്ണെന്ന് ഓർക്കായിരുന്നില്ലേ? നീ ഇപ്പൊ എവിടെയാ? നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് നിങ്ങളെ കാണണം. ഞാൻ വന്നിട്ട് പറയാം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടുത്തെ എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലോട്ട് പോവാ. അപ്പൊ റിയ, നീ പോകുന്ന മുമ്പ് നമുക്ക് ഡോക്ടർ ലിജോക്കുഴി മുമ്പ് കാണണം. ശരിയാ, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. ഏയ് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. Sid, what's your problem? പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു വർഷം മുമ്പ്. അന്നെൻ്റെ സകല സ്വപ്നങ്ങളും പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഞാൻ ഇവിടം വിട്ടത്. ക്രിസ്റ്റി? എനിക്കറിയില്ല ഡോക്ടർ. മുമ്പേ കഴിച്ച മരുന്നിൻ്റെ ഫലം കൊണ്ടാണോ, എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണോ, ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇച്ചിരി ദൂരെയായിരുന്നു. അതാ ചോദിച്ചത്, എവിടെയായിരുന്നു? മീഹള്ളിയിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറി. നമുക്ക് ഇപ്പൊ തന്നെ അവിടെ പോകണം. ഓക്കെ. ഷോർട്ട് കട്ട്സിൽ വീണ്ടും ഒരു ചെറിയ ഇടവേളയാണ്. कोई नहीं बचेगा, कोई नहीं बचेगा, तुम सब मरोगे. Malabar Gold and Diamonds Shortcut brought to you by Royal Weddings for every Indian bride. Malabar Gold and Diamonds. Shaking, it's my choice. Powered by Super Featherlight Wedding Silk Collections for the young India from Kalyan Silks. 29ാമത്തെ പോയി വേഗം ചെല്ല് കല്യാൺ ജ്വല്ലേഴ്സിലേക്ക്. കല്യാൺ ജ്വല്ലേഴ്സിൽ വിശ്വാസം സമ്മാനിക്കപ്പെടുന്നു. 30 ഓഡി കാറുകളും ഓരോ പർച്ചേസിനോടൊപ്പം സ്വർണ്ണ നാണയങ്ങളും സമ്മാനം. The National Ayush Mission has been started to promote Ayush medical system to cost-effective Ayush services. ചെറുകിട വൻകിട ഔഷധ സസ്യകൃഷി മേഖലകളിലെല്ലാം നാഷണൽ ആയുഷ് മിഷൻ അതിൻ്റെ സഹായം ചെയ്തു കൊടുക്കും. ഇന്ത്യയിൽ തന്നെയുള്ള ആകപ്പാടെ ഉള്ള ഒരു മർമ്മ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ഈ കാഞ്ഞിരകുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആയുർവേദ മർമ്മ ഹോസ്പിറ്റൽ. സിദ്ധ എന്ന് പറയുമ്പം ദ്രാവിഡ സംസ്കാരത്തിൽ വളർന്നു വന്ന ഒരു വൈദ്യശാസ്ത്രം. ആയുർവേദം എന്ന് പറയുന്ന ആര്യ സംസ്കാരം, സിദ്ധ ദ്രാവിഡ സംസ്കാരം. ISN ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് 815 ഡിസ്പെൻസറികളും 127 ഹോസ്പിറ്റലുമാണ് പ്രവർത്തിച്ചു വരുന്നത്. ജനക്ഷേമം പവേഡ് ബൈ Believers Church Medical College Hospital. Welcome back to the show. You're watching Shortcuts. Back to the premiering. അത് ഇന്നലെ വാങ്ങിച്ച പാഴ്സലിന്റെ കളയാൻ മറന്നുപോയി. ക്രിസ്റ്റി, ഇത് എവിടുന്നാ വാങ്ങിച്ചേ? ഇവിടെ അടുത്തുള്ള ധാബയിൽ നിന്ന് വാങ്ങിച്ച.
ഡോക്ടറെ ഒന്ന് കഴിച്ചു നോക്കി. വേണ്ട ക്രിസ്റ്റി, വേറെ എവിടെ കിട്ടൂല. സൂപ്പർ സാധന. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുറച്ചുകൂടി കഴിച്ചു കഴിച്ചു. ഓക്കെ ക്രിസ്റ്റി, നീയല്ലേ പറഞ്ഞ കഴിഞ്ഞ 1 വർഷമായിട്ട് മരുന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന്? കഴിച്ചിട്ടില്ല. ബട്ട് ഇത്രയും കാലം നീ ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന കീമ നിന്റെ മെഡിസിൻ ആയിരുന്നു. എന്ത്? മനസ്സിലായില്ല. പിഞ്ചു കുഞ്ഞു മുതലുള്ള മനുഷ്യന്റെ ഇറച്ചിയായിരുന്നു നിന്റെ ഭക്ഷണം. What? Human flesh? അതും അവിടെ എങ്ങനെ? ഡെയിലി ഒത്തിരി ന്യൂസ് കേൾക്കാറുണ്ട്. Based on human trafficking and serving human flesh in restaurants. പക്ഷേ ഇതെങ്ങനെ അവിടെ? कोई नहीं बचेगा, कोई नहीं बचेगा, तुम सब मरोगे. നീ അസുഖം ക്യൂറായെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു നീ മനുഷ്യർച്ചി കഴിച്ചിട്ടുണ്ടോ. പിന്നെ നിന്റെ റൂമിലെ ഫുഡ് വേസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹോട്ടലിലെ ഷെഫിനോട് അത് ചോദിച്ചത്. एक मिनट, कीमा सुपर था. वो कौन से मास में बनाया था? वो हमारे खासियत है साहब. എന്നാ നമുക്ക് പോവാം. എന്റെ ഡിസീസിന്റെ മെഡിസിൻ അന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഒരാളുടെ ജീവന് വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ ഇല്ലാതാവേണ്ടിയിരിക്കാനായിരുന്നു അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ അറിഞ്ഞോ അറിയാതെയോ നീ ഇന്നൊരു വലിയ പാവത്തിന്റെ പാവം. ഡോക്ടർ, ഞാൻ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ജീവിതമാണ് ദൈവം നിനക്ക് തിരിച്ചു തന്നത്. സോ ഇനിയൊരു മനുഷ്യർക്കും ഈ ഗതി വരാൻ പാടില്ല. ഡോക്ടർ, നമ്മൾ രണ്ടുപേരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ ഇതൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഹലോ, പോലീസ് സ്റ്റേഷൻ. हेलो. Hello, beautiful. Who is this? எங்களை புருஷனுக்கு நல்லா தெரியுமா? போன் அவன் கிட்ட கொடுமா. क्रिस्टी, 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 किसी का कॉल आया है. क्या रिया? किसी का कॉल आया है. நீ டாக்டர் கொஞ்சம் போலீஸ் சேர்ந்தா எங்களை சுத்தமா அடிச்சு அமெரிச்சா கண்டா. Who the hell are you? நீ நல்லா காதில் வச்சுக்கோ. ஊர் பக்கத்துல லிட்டில் ஃப்ளவர் ஸ்கூல்ல இருந்து சின்ன அலங்காரம் நாளை காலையில உனக்கு பிடிச்ச ஸ்பெஷல் கீமா நான் வச்சு விடுறேன். சரியா? ஹாப்பி மேரிட் லைஃப். டேய், பயந்துட்டியா? இப்போவே கொண்டு போ. I want that so bad.
നീരാളി എന്ന സിനിമ കാണുന്നതിനിടയിൽ തന്നെ ശരാശരി കണക്ക് വെച്ച് ഈ ഭൂമുഖത്ത് നിന്ന് കുറഞ്ഞത് 90ഓളം പേരെങ്കിലും കാണാതായിട്ടുണ്ടാവും. ഒരുപക്ഷെ അടുത്തയിര ഞാനോ നിങ്ങളോ ആവാം. ഇതുവരെ 27 ദശലക്ഷം ആൾക്കാരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഈ സിനിമ സമർപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഒരു കൂട്ടം വിഷയങ്ങളെ കുറിച്ചാണ് ഇത് പ്രതിപാദിച്ചത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. കണ്ട ശേഷം എല്ലാരും എന്ത് പറഞ്ഞു? കണ്ട ശേഷം ആരും ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര എന്റെ നാട്ടിൽ ഇത് പബ്ലിക് പ്രൊജക്ഷൻ ചെയ്തായിരുന്നു. ഏകദേശം ഒരു 1000ഓളം ജനങ്ങൾ പബ്ലിക്കലി പ്രൊജക്ഷൻ ചെയ്ത സമയത്ത് എല്ലാവരും പെണ്ണുങ്ങളും ചേച്ചിമാരും എല്ലാവരും എടുത്ത് വന്നിട്ട് പറഞ്ഞു ഇപ്പൊ കുട്ടികളെ സ്കൂളിൽ വിടാൻ പേടിയാവുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ അങ്കിൾ മൈഡിയ പോലുള്ള കഥാപാത്രങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുമോ അല്ലെ മക്കളെ തിരിച്ചു വരുന്നവരെ പേടിയാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാരും ആ ഒരു ഹാങ് ഓവർ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആൾക്കാരിലെ ഭീതി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ട്രാഫിക്കിംഗ് അങ്ങനെ ഒരു അവയർനെസ് ആയിരുന്നു നമ്മുടെ ഉദ്ദേശം. അതെ അതെ തീർച്ചയായിട്ടും. ഇത് യൂട്യൂബ് റിലീസോ അല്ലെങ്കിൽ ബാക്കി പ്രദർശനങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് എന്റെ നാട്ടിൽ തന്നെ ഞങ്ങൾ പബ്ലിക് പ്രൊജക്ഷൻ ചെയ്തു. പിന്നെ യൂട്യൂബിലേക്ക് റിലീസ് പോയി. പിന്നെ 1-2 ഫെസ്റ്റിവൽസിനൊക്കെ അയച്ചു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? വളരെ നല്ല. ഫെസ്റ്റിവൽസിന് പോയപ്പോ തന്നെ ഫീഡ്ബാക്ക് വന്നു. സെലക്ട് ആയി വന്നിട്ട് ജയ്പൂർ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് പോയായിരുന്നു. 4 പോയായിരുന്നു. അതപ്പോ തന്നെ ഫീഡ്ബാക്ക് വന്നു. പിന്നെ മറ്റ് കൂട്ടുകാരിൽ നിന്നും പിന്നെ അറിയാത്ത ഒത്തിരി പേര് വിളിച്ചായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. ആർട്ടോൺ ആയിരുന്നു, എല്ലാം ഡയറക്ഷൻ ആയാലും അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു 2ാമത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ നല്ലതായിരുന്നു അല്ലേ? അപ്പൊ എല്ലാം കൊണ്ടും അപ്പൊ ഇനി എന്തായാലും എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഞങ്ങള് ഷോർട്ട് കട്ട്സിന്റെ ഭാഗത്ത് ഒരു മൊമെന്റോ നൽകുകയാണ്, അത് സ്വീകരിക്കുക. അപ്പം എന്തായാലും ഇന്ന് ഇവിടെ പ്രീമിയർ ചെയ്ത നീരാളി എന്ന ഷോർട്ട് ഫിലിമിന്റെ ക്രൂ മെമ്പേഴ്സിന് നമ്മളൊരു സ്നേഹോപഹാരം നൽകുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഷോർട്ട് കട്ട്സിലൂടെ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്ത നീരാളി എന്ന ഒരു ഷോർട്ട് ഫിലിം വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഷോർട്ട് ഫിലിം ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ പ്രീമിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ, ഷോർട്ട് കട്ട്സ്, ജനം TV, പറയത്ത് ബിൽഡിംഗ്, ഓൾഡ് ബാങ്ക് റോഡ്, ആലുവ 683101. Our email ID shortcuts@janamtv.com. ഷോർട്ട് കട്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും കാണും ഷോർട്ട് കട്ട്സിന്റെ അടുത്ത എപ്പിസോഡിൽ. Till then, this is Dr. Divya signing off. Goodbye. Malabar Gold and Diamonds.